ശരീരം നഷ്ടപ്പെട്ട് ആത്മാവ് മാത്രമായി മാറുമ്പോൾ ആത്മാക്കളിരുന്ന് ആടിക്കളിക്കാറുള്ള സിനിമയിലെ കസേര. നമ്മുടെ ഈ ജീവിതത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ട് ശരീരം മാത്രമായി മാറുന്ന ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പോയിരിക്കാൻ ഒരു സുഖമാണ് കേട്ടോ. ഈ കസേര വേണമെന്ന് പറഞ്ഞപ്പോൾ വന്നൊരു ചോദ്യമായിരുന്നു എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ ഇരിക്കാനാണെന്ന്. എന്നാ വാങ്ങിത്തരാം, ഭ്രാന്ത് കുറയൂലോ എന്ന് പറഞ്ഞു. അത് നമുക്കിടയിലുള്ള സാധാരണ ഒരു സംസാരമാണ്. പക്ഷേ ഭ്രാന്ത് എന്ന ഈ വാക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമായി തീർന്നവരുണ്ട്. യൂട്യൂബ് വഴി എനിക്ക് വരാനുള്ള ഒരുപാട് മെസ്സേജുകളിൽ ഒന്നായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ മാനസിക രോഗിയാക്കുന്നു, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സുനീർ എന്ന് പറയുന്ന ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പിന്നിലെ കാരണം കല്യാണം കഴിച്ച പെൺകുട്ടിയും വീട്ടുകാരും ചേർന്ന് കൊടുത്ത മാനസിക പീഡനമായിരുന്നു. ഈ ഒരു പ്രശ്നം പെൺകുട്ടികൾക്ക് മാത്രമല്ല, ചില ആൺകുട്ടികളും അവരുടെ വീട്ടുകാരും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഓവറായിട്ട് മര്യാദയുള്ള ആളുകളെ തകർക്കുക എന്നതാണ് തീരെ മര്യാദയില്ലാത്ത ആളുകളുടെ ലക്ഷ്യം. എനിക്ക് ഈ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, മനസ്സും മനസാക്ഷിയൊക്കെ ഉള്ളവർക്കാണ് മനസ്സിന് രോഗവും അസ്വസ്ഥതയൊക്കെ വരുള്ളൂ. അതില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ സുഖം എൻ്റെ സന്തോഷം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു സുഖമായി അങ്ങ് ജീവിക്കും. പക്ഷേ എനിക്കെല്ലാവരും വേണം, നമ്മൾ കാരണം ഒരു പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവർക്കാണ് എല്ലാ പ്രശ്നങ്ങളും. എത്ര കണ്ട് ഉപകാരം ചെയ്താലും എത്ര ചേർത്ത് പിടിച്ചാലും നമ്മളെ ശത്രുവായി കാണുന്നത് ഇവർക്കൊരു ഹരമാണ്. അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും നമുക്കുണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര ഭ്രാന്താണെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് ഉപകാരമുള്ളിടത്തോളം കാലം നമ്മളെ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ പുറകെ വരും. അതില്ലാതാകുന്ന കാലം നമ്മളെ എന്നല്ല ആരെയും ആർക്കും വേണ്ട എന്നുള്ളതാണ്. നല്ലതൊന്നും കാണുന്നത് പിശാചുക്കൾക്ക് ഇഷ്ടമല്ല എന്ന് നമ്മളെപ്പോഴും കേൾക്കാറില്ലേ? അത് തന്നെ, ഇവർക്ക് നല്ലത് എന്ത് കണ്ടാലും അപ്പം അസ്വസ്ഥത വരും. പിന്നെ ഇവർ വിഷമിക്കുന്നത് എപ്പോഴാണെന്നറിയോ? മറ്റുള്ളവരാരും നന്നാവുന്നതും സന്തോഷിക്കുന്നതും ഇവർക്ക് ഇഷ്ടേയല്ല. അതിവർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, പേടിയുള്ളവരെ പേടിപ്പിക്കാനേ ഇവർക്കറിയുള്ളൂ. ധൈര്യമുള്ളവരുടെ 5 അയൽവക്കത്ത് ഇവർ വരില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ.